മിശിഹായിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട നിഖിൽ, പ്രിയപ്പെട്ട അനു, ഏറ്റവും സ്നേഹമുള്ളവരെ, നാം എല്ലാവരും ഈ പരിശുദ്ധമായ ദേവാലയത്തിൽ ഈ പരിശുദ്ധമായ വിവാഹ കൂദാശയിൽ പങ്കെടുക്കുന്ന ഈ സമയം പ്രിയപ്പെട്ട നിഖിലിനെയും പ്രിയപ്പെട്ട അനുവിനെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് അവരുടെ കുടുംബജീവിതം അനുഗ്രഹമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ സമയം നമുക്ക് പ്രത്യേകമായിട്ട് ദൈവകരങ്ങളിൽ ഈ രണ്ട് പ്രിയപ്പെട്ട മക്കളെയും സമർപ്പിക്കാം. വിശുദ്ധ സുവിശേഷത്തിൽ ദൈവമായ കർത്താവ് നമ്മളോട് അരുളി ചെയ്യുന്ന പ്രധാനപ്പെട്ട അവിടുത്തെ വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള ഉത്തരവാദിത്വപരമായ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്, ദൈവം ആദിയിൽ പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചു, അവരെ ഭാര്യ ഭർത്താക്കന്മാരായി നിയമിക്കുന്നു. അതിനാൽ പുരുഷനും ഭാര്യയും സ്ത്രീയും പുരുഷനും തൻ്റെ മാതാപിതാക്കളെ വിട്ട് പരസ്പരം ഏക ശരീരമായി തീരുന്നു. ഈ ഒരു വലിയ ദൗത്യമാണ് ദൈവം ഓരോ വിവാഹ കൂദാശയിലും പ്രിയപ്പെട്ട മണവാളനും മണവാട്ടിക്കും നൽകുന്നത്. ഇന്ന് പ്രിയപ്പെട്ട മണവാളനായ നിഖിലിനും പ്രിയപ്പെട്ട അനുവിനും കർത്താവ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ ഒരു ദൗത്യമാണ് നിങ്ങൾ ഏക ശരീരമായി തീരുക. എന്താണ് ഏക ശരീരമായി തീരുക എന്ന് പറയുന്നത്? ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും ഐക്യത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കാറുണ്ട്. എന്നാൽ ഒരു ശരീരമായി തീരുക, അത് ക്രിസ്തു തൻ്റെ കുരിശിൽ നമുക്ക് കാണിച്ചു തന്നു. അവിടുന്ന് സഭയെ സ്നേഹിച്ചത് തൻ്റെ രക്തത്തിലൂടെയാണ്. അവിടുന്ന് തൻ്റെ ജീവൻ നൽകിയാണ് സഭാമക്കളായ നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് സ്നേഹിച്ചത്. അപ്പം ഇതേ സ്നേഹമാണ് ഏക ശരീരമായി തീരുമ്പോൾ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ഉണ്ടാകേണ്ടത്. അപ്പോൾ ഭാര്യ ഭർത്താവിന് വേണ്ടി സ്വയം ശൂന്യനാവുകയും അതോടൊപ്പം തന്നെ യാഗമായി തീരുകയും ചെയ്യുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ദൗത്യമാണ് ഏക ശരീരമാകുന്ന പ്രക്രിയ. ഇത് സാധാരണയായിട്ട് നമുക്കറിയാം. നമ്മളിന്ന് നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്ന പലരും 50, 25, 30, 40 വർഷങ്ങളൊക്കെ വിവാഹ ജീവിതം നയിച്ചവരാണ്. ജീവിച്ചു നോക്കുക, അപ്പോൾ അറിയാം എങ്ങനെയാണ് ഈ ഏക ശരീരമായി തീർന്നുകൊണ്ട് സ്നേഹത്തിൻ്റെ വലിയ ഉത്തരവാദിത്തത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നതെന്ന് ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ ജീവിത അനുഭവങ്ങളിൽ നിങ്ങൾ തിരിച്ചറിയുന്ന സത്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിഖിലിനും പ്രിയപ്പെട്ട അനുവിനും ഇതൊരു വലിയ ദൗത്യമാണെങ്കിലും ഈ ഒരു വിവാഹ ശുശ്രൂഷയുടെ സമയത്ത് ഇവരെ കാർമ്മികൻ അനുഗ്രഹിച്ച് ഇവരെ ആശീർവദിച്ച് അഭിഷേചിക്കുന്ന സമയത്ത് ദൈവം ഇവർക്ക് ഈ വലിയൊരു കൃപ, ഒരു വലിയ അനുഗ്രഹമാണ് നൽകുന്നത്. ഈ അനുഗ്രഹമാണ് ഒന്നായി തീരാനുള്ള അനുഗ്രഹം. ഒരുപക്ഷെ രണ്ടുപേരും വ്യത്യസ്തമായ രണ്ട് കുടുംബങ്ങളിലെ അംഗങ്ങൾ, വ്യത്യസ്തമായ ജീവിത ശൈലി, വ്യത്യസ്തമായ സ്വഭാവ രീതികളൊക്കെ ഉള്ളവരാണ്. പക്ഷേ ദൈവം എന്തു ചെയ്യുകയാണ്? തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്താൽ ഇവരെ ഏക ശരീരമായി തീരുവാൻ പ്രാപ്തരാക്കുകയാണ്. അപ്പോൾ ഇന്ന് വിവാഹ ശുശ്രൂഷയുടെ സമയത്ത് ഈ ഏക ശരീരമായി തീരുക എന്നുള്ള ദൗത്യത്തിലേക്ക് ഇവർ പ്രവേശിക്കുമ്പോൾ ഒന്നാമതായിട്ട് രണ്ടുപേരും തിരിച്ചറിയേണ്ട കാര്യം എന്താണ്? പരസ്പരം സ്നേഹിക്കുക. ലില്ലി പുഷ്പങ്ങളെക്കാൾ അധികമായി നിർമ്മലമായ ഒരു സ്നേഹം നിങ്ങൾക്കിന്ന് ലഭിക്കുകയാണ്. ഈ സ്നേഹം ഇന്നത്തേക്കോ അല്ലെങ്കിൽ ഈ ദാമ്പത്യ ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിലേക്കുള്ളതല്ല, മറിച്ച് മരണസമയം വരെ, അവസാന നിമിഷം വരെയും ഈ നിർമ്മലമായ സ്നേഹം പാലിക്കപ്പെടുവാൻ വേണ്ടി നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഓരോ ദിവസവും സ്നേഹം പുതുമയുള്ളതാകണം. അപ്പോൾ ദാമ്പത്യ ജീവിതം ആരംഭിക്കുമ്പോൾ ഒരു പക്ഷേ ആദ്യത്തെ 1 മാസക്കാലം അല്ലെങ്കിൽ 6 മാസക്കാലം അല്ലെങ്കിൽ 1 വർഷം വളരെ വലിയ സ്നേഹവും കരുതലുമൊക്കെ ഉണ്ടാകും. അത് കഴിയുമ്പോൾ ഈ സ്നേഹം പഴമയുടേതിലേക്ക് പോകും, അല്ലെങ്കിൽ ആ പുതുമയുള്ള സ്നേഹം നഷ്ടപ്പെടാൻ തുടങ്ങും. അങ്ങനെയാകരുത്. ഏക ശരീരമായി തീരുക എന്ന് പറഞ്ഞാൽ ഈ സ്നേഹം അവസാനം വരെയും പുതുമയുള്ളതാകുക. ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹമായി മണവാളൻ മണവാട്ടിയുടെ അടുത്തേക്കും മണവാട്ടി മണവാളൻ്റെ അടുത്തേക്കും വരുന്നതാണ് പുതിയ സ്നേഹം. അതാണ് ഏക ശരീരമായി തീരുക എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ഏക ശരീരമായി തീരുക എന്ന് പറഞ്ഞാൽ പരസ്പരം അറിയുക. അതായത് മണവാളൻ മണവാട്ടിയെ അറിയുന്നു, മണവാട്ടി മണവാളനെ അറിയുന്നു. അറിയുക എന്ന് പറഞ്ഞാൽ കേവലം ഒരു വ്യക്തിയെ
നമുക്കറിയാം, നമുക്ക് പലരെയും അറിയാം, നമ്മളെയൊക്കെ പരസ്പരം നമുക്ക് അറിവുള്ളവരാണ്, പരസ്പരം അറിയാം. അതല്ല, ഈ അറിവല്ല, ഈ അറിവിനെയൊക്കെ അതിലംഘിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു അറിവുണ്ട്. അത് ദൈവികമായ അറിവാണ്. അതായത് മനസ്സുകൊണ്ട് തന്നെ അറിയാൻ സാധിക്കണം. ഒരു വ്യക്തി ഒരു കാര്യം, അല്ലെങ്കിൽ മണവാളൻ മണവാട്ടിയോട് ഒരാവശ്യം പറഞ്ഞിട്ടല്ല അറിയേണ്ടത്, മണവാളൻ അത് തിരിച്ചറിയണം. മണവാട്ടിയുടെ ആവശ്യങ്ങൾ സ്വന്തം ശരീരത്തിൽ അനുഭവിക്കണം. അതാണ് അങ്ങനെ തിരിച്ചറിയുന്ന അനുഭവത്തിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അത്? മാനസികമായ അടുപ്പത്തിൻ്റെയും മാനസികമായ ഐക്യത്തിൻ്റെയും ആത്മാവിലുള്ള നിർമ്മലമായ സ്നേഹത്തിൻ്റെ അടയാളം കൊണ്ട് മാത്രമേ ഈ ഒരു അടുപ്പത്തിലേക്ക് രണ്ടുപേർക്കും കടന്നു വരാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കറിയുന്ന നമ്മൾ പല ദമ്പതികളെയും കാണുമ്പോൾ അവരുടെ ഇടയിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ, വ്യത്യാസങ്ങൾ കാണും. ഇതൊക്കെ സ്വാഭാവികമായ പ്രതിഭാസമാണ്. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയുന്നതും വളരെ നല്ലതുമാണ്. കാരണം നിഖിലിൻ്റെതായ വ്യക്തിത്വമുണ്ട്, അനുവിൻ്റെതായ വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വം പ്രകടിപ്പിക്കുക എന്നുള്ളത്, സ്വാതന്ത്ര്യത്തോടുകൂടി അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക എന്നുള്ളത് വളരെ നല്ലതാണ്. എന്നാൽ ഈ അഭിപ്രായങ്ങൾ സമന്വയിപ്പിക്കുക, അതാണ് ഏക ശരീരമായി തീരുന്നതിൻ്റെ അടയാളം. അഭിപ്രായങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് അത് യോജിപ്പോടുകൂടി മുന്നോട്ട് പോകാനുള്ള പ്രാപ്തിയിലെത്തുക എന്നുള്ളതാണ് ഒരു ശരീരമായി തീരുന്നതിൻ്റെ അടയാളം. രണ്ടാമതായിട്ട് സുവിശേഷത്തിൽ കർത്താവ് നമ്മളോട് പ്രത്യേകമായിട്ട് ബോധ്യപ്പെടുത്തുകയാണ്. നിങ്ങളെ ബോധ്യപ്പെടുന്ന ഒരു കാര്യം, ദൈവമാണ് നിങ്ങളെ യോജിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു മനുഷ്യനും ഇവരെ വേർപെടുത്താനായിട്ട് സാധിക്കുകയില്ല. നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. വിവാഹമോചനം അല്ലെങ്കിൽ വിവാഹത്തിൽ നിന്ന് അകന്നു പോവുക, രണ്ടുപേരും മാറി താമസിക്കുക, അതല്ല. കർത്താവ് പറയുന്നത് എന്താണ്? നിങ്ങൾ ഒറ്റ ശരീരമാണ്, അതുകൊണ്ട് ദൈവമാണ് നിങ്ങളെ യോജിപ്പിച്ചത്. ആർക്കും ഈ ബന്ധം വേർപെടുത്താനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും മാറി നിൽക്കുക, അല്ലെങ്കിൽ രണ്ടുപേരായിട്ട് വ്യത്യസ്തമായിട്ട് ജീവിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. പിന്നെന്താണ്? ദൈവം നൽകിയ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകാം, സഹനങ്ങളുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം, ബുദ്ധിമുട്ടുകളുണ്ടാകാം. അപ്പോൾ ദൈവം നിങ്ങൾക്ക് ഒരു വലിയ അനുഗ്രഹം നൽകിയിട്ടുണ്ട്. അതാണ് ദൈവിക പദ്ധതി പ്രകാരമാണ് നിങ്ങളെ വിളിച്ച് വേർതിരിച്ചത്. അപ്പോൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന നിമിഷം മുതൽ നിഖിലിനെയും അനുവിനെയും ദൈവം കണ്ടു, വിളിച്ചു, വേർതിരിച്ചു, വിശുദ്ധീകരിച്ചു. എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ നല്ല ദമ്പതികളാകാൻ. അപ്പോൾ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നിങ്ങളെ വിളിച്ച് വേർതിരിച്ചുവെങ്കിൽ സർവശക്തനായ ദൈവം നിങ്ങൾക്കെന്നും നിലനിൽക്കുവാനുള്ള വലിയ അഭിഷേകം തന്നിട്ടുണ്ട്. നിങ്ങളത് തിരിച്ചറിയുക എന്നുള്ളതാണ്. രണ്ടുപേരും എന്തു ചെയ്യുക? അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ലഭിച്ച ഈ വലിയ അനുഗ്രഹം, ഈ വലിയ ഐക്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സത്യസന്ധതയുടെയൊക്കെ ഈ അടയാളം തിരിച്ചറിഞ്ഞ് ജീവിച്ചാൽ മതിയാകും. നിങ്ങൾക്ക് ജീവിക്കുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ ഈ സമൂഹം മുഴുവനുണ്ട്. സഭയുണ്ട്, മാതാപിതാക്കളുണ്ട്, ബന്ധുക്കളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്, വൈദിക ഗണമുണ്ട്, മാലാഖമാരുണ്ട്, വിശുദ്ധരുണ്ട്. നിങ്ങൾക്ക് ഇനി ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട. കാരണം എന്താണ്? നിങ്ങൾക്ക് മുൻപേ പോയ പല മാതൃക നൽകിയ വ്യക്തികളുണ്ട്. നമ്മൾ ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ പാട്ടുപാടിയതുപോലെ ആദിമ നീതിജ്ഞരെ വാഴ്ത്തിയ ദൈവം, ഇസ്ഹാക്കിനെ റെബേക്കയെയും വാഴ്ത്തിയ ദൈവം, അബ്രഹാമിനെയും സാറായെയും വാഴ്ത്തിയ ദൈവം, യൗസേപ്പിനെ വാഴ്ത്തിയ ദൈവം, ഇങ്ങനെ കിടക്കുകയാണ് നീണ്ട നിര. ഇവരുടെ എല്ലാം ശക്തിയാണ് നിങ്ങൾ ആർജിച്ചെടുക്കുന്നത്. അതാണ് കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന ഈ ഐക്യത്തിൻ്റെ അടയാളം. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ തിരിച്ചറിയ പ്രിയ മണവാളനും മണവാട്ടിയും, നിങ്ങൾ ഇന്ന് ആരംഭിക്കുന്ന ഈ സ്നേഹത്തിൻ്റെ ജീവിതം തുടർന്ന് സ്നേഹത്തിൻ്റെ നിറവുകളായി, സ്നേഹത്തിൻ്റെ വലിയ നീർച്ചാലുകളായി നിങ്ങളെ കണ്ടിട്ട് മറ്റുള്ളവർ നിങ്ങളെ നോക്കി പറയണം, എത്ര നല്ല ദാമ്പത്യമാണ്, ഇതാണ് ദാമ്പത്യ ജീവിതം എന്ന് മറ്റുള്ളവർ നിങ്ങളെ നോക്കി പറയുവാൻ തക്കവിധം നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെ നാമത്തിലുള്ള എല്ലാ ആശംസകളും ഹൃദയപൂർവ്വം നേരുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും, നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.